വേദപുസ്തകം വായിക്കുമ്പോൾ രോഗികളെ മുന്നോട്ട് വിളിച്ചതായിട്ടല്ല കാണുന്നത്, പാപികളെ മുന്നോട്ട് വിളിച്ചതായിട്ടാണ് കാണുന്നത്. രോഗികളോട് കർത്താവിന് മനസ്സലിവുണ്ട്, അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അത് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും അനേക രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഇതൊന്നും അനൗൺസ് ചെയ്യാനും അഡ്വർടൈസ് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിന്റെ പുറകെ നടന്ന് സാക്ഷി ഉറയിക്കാനും മൈക്ക് കൊടുക്കാനും ഒക്കെ എന്നെ കിട്ടത്തില്ല. വലിയ കഷ്ടമായത്. ഇവരൊക്കെ ദൈവത്തെ കളിപ്പിക്കാൻ നോക്കുക, നമ്മളെ കളിപ്പിക്കുകയുമാണ്. ദൈവത്തെ കളിപ്പിക്കാൻ നോക്കുകയാണ്, നമ്മളെ കളിപ്പിക്കുക. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല, പിന്നെ നമ്മളെ കളിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഈ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ രോഗികളല്ലാതെ? എല്ലാവരും രോഗികളാണ്. അതുകൊണ്ട് ഒത്തിരി പേര് മുന്നേ വരും. അപ്പൊ എന്റെ മീറ്റിങ്ങിൽ ഒത്തിരി പേര് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ എനിക്കൊരു ജഡസുഖം, ആത്മസുഖമൊന്നുമല്ല, ഒരു ജഡസുഖം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പാപികളായവർ മുന്നോട്ട് വന്നു പറഞ്ഞാൽ ആര് വരും? ആരും വരത്തില്ല. കഴിഞ്ഞ ആഴ്ച വ്യഭിചരിച്ചവരൊക്കെ ഇങ്ങോട്ട് വന്ന് മുട്ടുകുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും? അപ്പൊ പിന്നെ ആള് വരത്തില്ല. ആള് വരാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമാണ് രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന്. രോഗികളായവർ. പ്രിയമുള്ളവരെ, ഇതൊക്കെ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി ഓരോ പരിപാടി കാണിക്കുന്നുള്ളതല്ലാതെ ഇതൊന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമല്ല. നിങ്ങൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ചിലപ്പം കർത്താവ് മനസ്സലിഞ്ഞ ആളുകളുടെ രോഗം സൗഖ്യമാക്കും. അത് കർത്താവിന്റെ മനസ്സലിവാ. ഇനി കർത്താവ് രോഗം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലർ എന്താ, ഇപ്പം ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? യേശു നിനക്ക് ആരാണ്? അയ്യോ ബ്രദറെ, ഞാൻ ഡോക്ടർമാരെല്ലാം എന്നെ കൈയൊഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇന്നാരും പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാൻ ചോദിച്ചു, അതല്ല ഞാൻ ചോദിച്ചത്. യേശു നിങ്ങൾക്ക് ആരാണെന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ യേശു നിങ്ങൾക്ക് എന്തോ ചെയ്തെന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇന്നത്തെ സാക്ഷ്യമൊക്കെ യേശു എനിക്ക് എന്തോ ചെയ്തെന്നായി പറയുന്നത്. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അത് യേശു അല്ല, യേശു ചെയ്യും. അവൻ കരുണയുള്ളവനാണ്, അവൻ സൗഖ്യമാക്കും. അവൻ വിശ്വാസികളെ മാത്രമൊന്നുമല്ല, അവിശ്വാസികളെയും സൗഖ്യമാക്കും. അവന്റെ മുമ്പിൽ കരയുന്ന കാര്യം എല്ലാവരും അവന്റെ സൃഷ്ടിയാണ്. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് രോഗിയായിട്ടോ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ അടുത്ത് വന്ന്, കർത്താവിന്റെ അടുത്ത് നിന്ന് കരഞ്ഞാൽ അവന് മനസ്സലിവോടുകൂടെ സൗഖ്യമാക്കും. അതിന്റെ അർത്ഥം അവൻ സ്വർഗത്തിൽ പോകുമെന്നല്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഡിസപ്ഷനാണ്. രോഗസൗഖ്യം പ്രാപിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കുള്ള സാക്ഷ്യം കർത്താവിന്റെ രോഗം സൗഖ്യമാക്കി, കർത്താവിന്റെ കടം മാറ്റി, കർത്താവിന്റെ എനിക്ക് ജോലി തന്നു. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജോലി? കർത്താവ് എനിക്കൊരു കാറ് തന്നു. ഏതാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട കാറ് നിങ്ങളിലല്ലല്ലോ, ആണ് ഏറ്റവും ബെസ്റ്റ് കാറ് നിങ്ങളിലല്ലല്ലോ. കർത്താവ് എനിക്കൊരു വീട് തന്നു ബ്രദറെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട് നിങ്ങളിലാ? ഇന്ത്യയിലെ വേണ്ട, കേരളത്തിലെ ഏറ്റവും വലിയ വീട് നിങ്ങളിലാണോ? കർത്താവ് എനിക്കൊരു ജോലി തന്നു. നിങ്ങളാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോലിക്കാരൻ, അല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോലിയും ഏറ്റവും വലിയ കാറും ഏറ്റവും വലിയ വീടും ഏറ്റവും കൂടുതൽ പൈസയും ദൈവം ഇല്ലാത്തവൻ്റെ ഇല്ല. എന്തോ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പേരിലൊന്നും ആരും പുകഴണ്ട. പിന്നെ കർത്താവ് മനസ്സലിവ് തോന്നി നിങ്ങൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു ജോലി തന്നെന്നിരിക്കും, ഒരു കാറ് തന്നെന്നിരിക്കും, ചിലപ്പോൾ ഒരു വീട് തന്നെന്നിരിക്കും, ഒരു കിടപ്പാടം തന്നെന്നിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ വീണ്ടും ജനിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഈ ഡിസപ്ഷൻ നമ്മൾ അവസാനിപ്പിക്കണം. അത് നിങ്ങളാ തീർക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുമോ അത്രത്തോളം ഈ വഞ്ചന തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വഞ്ചകരായ ആളുകളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് ഇതിനെ ഡിസേൺ ചെയ്യണം, ഇതിനെ വിവേചിക്കണം. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയാതെ രോഗസൗഖ്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന അവസ്ഥ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിണിയൊന്നുമല്ല. പട്ടിണി പ്രശ്നമാണില്ലെന്ന് പറയുന്നില്ല, അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. റിയാലിറ്റി ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പട്ടിണിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റിയാലിറ്റിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ചിലപ്പം കർത്താവ് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, വീണ്ടും ജനനം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അല്ലാത്തവർക്ക് ദൈവം കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാണ്. എൻ്റെ അപ്പനും വലിയപ്പനും അവർ കുറച്ച് ജനറസ് ആയിരുന്നു. ജനറസ് ആയിരുന്നത് കൊണ്ട്
ജോലിക്കാരുടെ മക്കളെ ഒക്കെ പഠിപ്പിക്കാൻ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ തൊഴിലാളികളുടെ മക്കളെ ഒക്കെ പഠിപ്പിക്കുന്ന ഫീസും മറ്റും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കാര്യം അന്നത്തെ അങ്ങനെ ഒരു നല്ല റിലേഷൻ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പോലെ വെറും കൂലിക്ക് വേണ്ടി വരികയോ വെറും അങ്ങനെ ഒരു സിസ്റ്റം അല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട് പോലെയാണ് ജോലിക്കാരൊക്കെ നമ്മുടെ വീടിനെ കരുതുന്നതും അവരുടെ കാര്യങ്ങൾ നമ്മളെ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ. അവരുടെ ഒക്കെ കാര്യങ്ങളെല്ലാം അതുപോലുള്ള എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവർ വന്നിട്ട് പറയും. അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ സഹായിക്കുന്നു. ഇനി ജോലിക്കാർ വേണ്ട, വെറുതെക്കാരായ എത്രയോ പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. കൊച്ചിന് ഫീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫീസ് എടുത്ത് കൊടുത്തിരിക്കും. പക്ഷെ ഫീസ് എടുത്ത് കൊടുത്തത് കൊണ്ട് അയാൾ നമ്മുടെ മകനാകുമോ? ആകുമോ? ഇല്ല. ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പണിയിച്ചതാണ്. ആ വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്നത്. അത് എനിക്ക് കിട്ടാൻ കാര്യം എന്നാ, ഞാൻ ജോലിക്കാരനായതുകൊണ്ടല്ല, ഞാൻ അഗതി ആയതുകൊണ്ടുമല്ല. ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് അത് എൻ്റെ അപ്പൻ്റെ വീടായതുകൊണ്ടാണ്. എൻ്റെ അപ്പൻ ജോലിക്കാർക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അപ്പൻ്റെ വീട് ജോലിക്കാരന് കൊടുത്തില്ല. അപ്പൻ്റെ വീട് ആർക്കാ തന്നത്? എനിക്കാ തന്നത്. വേറെ വീട് പണിത് കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞതുപോലെ ആർക്ക് വേണ്ടിയും ദൈവം ഉപകാരങ്ങൾ ചെയ്യും. പക്ഷേ സ്വർഗീയ ഭവനത്തിൽ ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ അത് മക്കൾക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ ഉപകാരം ചെയ്യുന്നത് കൊണ്ട് ആ ദൈവം എൻ്റെ പിതാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പിതാവാണ് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? വീണ്ടും ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. നിക്കോദിമോസ് ഭയങ്കര അപ്രീസിയേഷൻ പറഞ്ഞ ഒരാളാണ്. വന്നിട്ട് പറഞ്ഞു, റബി, നീ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞു, നീ ഒരു ഭയങ്കര സംഭവം കേട്ടോ. എനിക്ക് മനസ്സിലായി നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന്. ദൈവത്തിൽ നിന്ന് വന്നതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ കൺവിൻസ്ഡ് ആയി, എന്ത്, നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന്. ഇന്നത്തെ ക്രൂസൈഡുകാരനോട് പറഞ്ഞായിരുന്നെങ്കിൽ പറയും, താങ്ക് യു ബ്രദർ, എൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഇത്രയും നാളായിട്ട് മനസ്സിലായില്ല. അടുത്തൊരു ക്രൂസൈഡുണ്ട്, ബ്രദറിന് അവിടെ വന്നൊന്ന് സാക്ഷി പറയാമോ ഈ കാര്യം? നിക്കോദിമോസിനെ വിളിച്ച് സാക്ഷി പറയിക്കും. ഞാൻ മനസ്സിലാക്കി ഈ മനുഷ്യൻ ഇല്ലേ, അതാണല്ലോ ഈ പൊളിറ്റീഷ്യൻസിനെയും അവരെ എല്ലാം വിളിച്ച് ഇവിടെ കയറ്റി സാക്ഷി പറയിക്കുന്നത്. അവർക്ക് എന്തോന്നാ ഈ സാക്ഷി പറയാനുള്ള അവകാശം? എന്തവകാശം? ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ വന്ന് എൻ്റെ സഭയിൽ വന്ന് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് വലിയ ആളാകുമെന്നാണ് നമ്മുടെ ചിന്ത. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ വേൾഡ്ലി പീപ്പിൾ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ അടുത്ത് അപ്രീസിയേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് മൈക്ക് കൊടുത്തില്ല. എന്നാ പിന്നെ മൈക്ക് കൂടെ ഒന്ന് പറയാൻ പറഞ്ഞില്ല. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര സംഭവമാണ്, നീ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നാണെന്ന് പറഞ്ഞപ്പം മുഖത്ത് നോക്കിയൊരു കാര്യം പറയും, നിക്കോദിമോസേ, അപ്രീസിയേഷനൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ, ഒരു കാര്യം ഞാൻ പറയാം, നീ നരകത്തിലോട്ടാ പോകുന്നേ. അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിച്ചോ ഭാഗം? ശരിക്കും പറഞ്ഞാൽ വാചകം എന്താണ്, വാക്കെന്താണ്? നിക്കോദിമോസേ, ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയാം, ആമേൻ ആമേൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നീ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. സത്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. Unless one is born from above, he cannot see the kingdom of God. ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. മുഖത്ത് നോക്കി പറഞ്ഞു, നിക്കോദിമോസേ, സോറി, നിന്റെ അപ്രീസിയേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇക്കണക്കിന് പോയാൽ നീ എങ്ങോട്ടേ പോകത്തുള്ളൂ? നരകത്തിലേ പോകുള്ളൂ. സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല മക്കളെ. അതാ തൻ്റെ ഇടം. അതാണ് തൻ്റെ ഇടം. അത് പറയാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട് ഈ പൊളിറ്റീഷ്യൻസിനോട്? സാറേ, കാര്യമൊക്കെ ശരിയാ, ഞങ്ങളോടുള്ള സ്നേഹമൊക്കെ കൊള്ളാം, പക്ഷെ സാറേ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല സാറേ എന്ന് ആരെങ്കിലും പറയുമോ? അതൊന്നും പറയത്തില്ല. കാര്യം അവർ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ വീണ്ടും ജനനത്തെ കുറിച്ച് പഠിപ്പിക്കാത്ത ഒരു സന്ദേശം യഥാർത്ഥ സുവിശേഷമല്ല. രോഗസൗഖ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഒന്നും അല്ല. അതൊരു വലിയ ഇഷ്യൂ അല്ല. ആഹാരം കിട്ടുന്ന ഒരു വലിയ ഇഷ്യൂ ഒന്നും അല്ല. എന്ത് കിട്ടുന്നത്?
5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും കൂടെ കർത്താവിൻ്റെ അടുത്ത് തിരക്കി ചെന്നു. തലേ ദിവസം തിരക്കി പോലും ചെന്നില്ല. തലേ ദിവസം എന്തിനു വേണ്ടിയാണ്? തലേ ദിവസം വചനം കേൾക്കാനാ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വചനം കേൾക്കാൻ അവർ വന്നത്. കാര്യം കർത്താവ് നോട്ടീസൊന്നും ഓടിച്ചില്ലല്ലോ. there will be a meeting and after the meeting there will be eating എന്നെല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. നാളെ ഒരു യോഗമുണ്ട്, യോഗം കഴിയുമ്പം വരുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പോലും പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞില്ല. ഇന്നിപ്പോ മീറ്റിംഗ് നടത്തുന്നത് തന്നെ ഇതിനെക്കുറിച്ച് അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ടാ. ഒരു ക്യാമ്പിന്റെ നോട്ടീസ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. യൂത്ത് ക്യാമ്പിന്റെ നോട്ടീസ്. എന്നോട് ചോദിച്ചു, എന്തോ സാറേ കാണിച്ചിരിക്കുന്നത്? യു കനോട്ട് മിസ് ഇറ്റ്. ബ്യൂട്ടിഫുൾ ക്യാമ്പ് സൈറ്റ്, റെപ്യൂട്ടഡ് ബാൻഡ് ഈസ് സിംഗിങ് ആൻഡ് എ ലോട്ട് ഓഫ് ഗെയിംസ് ആൻഡ് ഫൺ ആൻഡ് മൗത്ത് വാട്ടറിംഗ് ഫുഡ്. യു കനോട്ട് മിസ് ഇറ്റ്. പറഞ്ഞു മനസ്സിലായോ? എന്തുകൊണ്ട് ഈ ക്യാമ്പ് നിങ്ങൾക്ക് മിസ് ചെയ്തുകൂടാ? കാരണം നല്ല ക്യാമ്പ് സൈറ്റ് ആണ്. ബാൻഡ് വന്ന് പാട്ട് പാടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫണ്ണുണ്ട്, ഗെയിംസ് ഉണ്ട്, പിന്നെ വായിൽ വെള്ളം ഊറുന്ന ഭക്ഷണമുണ്ട്. മിസ് ചെയ്യരുത്. സുവിശേഷ ക്യാമ്പാ. കാര്യം അതാ ഓഫർ ചെയ്യുന്നത്. യേശു ആർക്കും ഫുഡ് ഓഫർ ചെയ്തില്ല. അവരെല്ലാരും എന്തിനു വേണ്ടി വന്നു? യോഗം കേൾക്കാൻ വന്നതാ, വചനം കേൾക്കാൻ വന്നതാ. പക്ഷേ അന്ന് അവരുടെ പ്രയാസം കണ്ട്, വിശപ്പ് കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് കർത്താവ് അവർക്ക് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്. കർത്താവ് മനസ്സലിവുള്ള ആളാ. വിശന്നിരിക്കുന്നവൻ അവൻ ഭക്ഷണം കൊടുക്കും. കർത്താവ് മനസ്സലിവുള്ള ആളാ. രോഗിയായിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ സൗഖ്യമാക്കും. കർത്താവ് മനസ്സലിവുള്ള ആളാ. ജോലി ഇല്ലാത്ത ഒരുത്തൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ ചിലപ്പോൾ ജോലി തന്നിരിക്കും. കർത്താവ് മനസ്സലിവുള്ള ആളാ. അതുകൊണ്ട് വീടില്ലാത്ത ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പം കർത്താവ് അവന് വീട് കൊടുത്തെന്നിരിക്കും. പക്ഷേ പിറ്റേ ദിവസം ഇവർ വന്നത് എന്തിനാണെന്നറിയാമോ? ഭക്ഷണത്തിന് വേണ്ടിയാ. തലേ ദിവസം യോഗം കേൾക്കാൻ, വചനം കേൾക്കാൻ വന്നവൻ ചോറ് കിട്ടിക്കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ചോറിനാവുന്ന. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഇവരുടെ ഈ പ്രസംഗം, ഓരോ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഇതെല്ലാം കൂടെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്നത് തന്നെ ഇതിനാ. പിന്നെ അനൗൺസ് ചെയ്യാനും തുടങ്ങും. പിന്നെ അനൗൺസ് ചെയ്യുന്നത് കടഭാരം, രോഗസൗഖ്യം, പാരമ്പര്യ ശാപം, അത് ഇത് എന്തൊക്കെ ആണെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് അതെല്ലാം മാറാനായിട്ട് ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ സഭയിലോട്ട് വന്നാൽ മതി, ഇതെല്ലാം മാറ്റിത്തരാം. കർത്താവ് ഇങ്ങനെ ഒരിടത്ത് പോലും അനൗൺസ് ചെയ്തിട്ടില്ല. കർത്താവിന്റെ പ്രസംഗം ഇതല്ലായിരുന്നു. കർത്താവിന്റെ പ്രസംഗം മാനസാന്തരമായിരുന്നു. ആകയാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എല്ലാം മാനസാന്തരമായിരുന്നു. പെന്തിക്കോസ്ത് നാളിൽ 10,000 പേരെങ്കിലും ഉണ്ടായിരുന്ന നല്ല ചിന്ത. കാര്യം 3,000 പേര് സ്നാനമേറ്റെങ്കിലും ഒരു 10,000 പേരെങ്കിലും വന്നിട്ടല്ലേ 3,000 പേര് സ്നാനമേറ്റെ. ഈ 10,000 പേരിൽ തന്നെ രോഗികൾ ആരും ഇല്ലായിരുന്നു. എത്രയോ രോഗികളാണ് അല്ലേ? പക്ഷേ പത്രോസ് പറഞ്ഞില്ല രോഗികളായവർ മുന്നോട്ട് വന്നിട്ട്. ഇല്ല, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പ്രസംഗം. അതാണ് പ്രസംഗം. അല്ലാതെ ആളുകളെ വഞ്ചിക്കുകയല്ല. ഇതുകൊണ്ട് തന്നെ പറ്റുന്നതെന്നറിയാമോ? ഒരിക്കൽ പോലും ഇവൻ നിത്യതയെക്കുറിച്ച് ആലോചിക്കത്തില്ല. ഈ പ്രസംഗം കേൾക്കുന്ന ഒറ്റയാളും നിത്യതയെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഒറ്റയാളും യേശുവിനെ സ്വീകരിക്കുന്നില്ല. എല്ലാവരും യേശു കൊടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. കാര്യം ഇവർ പരിചയപ്പെടുത്തിയിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു സാന്റാക്ലോസ് യേശുവിനെയാണ്. ഈ സാന്റാക്ലോസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു 50 പോക്കറ്റുണ്ട്. എല്ലാ പോക്കറ്റിലും സമ്മാനമുണ്ട്. വരുന്ന പിള്ളേർക്കെല്ലാം സമ്മാനം കൊടുക്കും. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ സന്ധ്യ ആകുമ്പോൾ പിള്ളേരുടെ വീട്ടിൽ പോവും, സാന്റാക്ലോസിന്റെ വീട്ടിൽ പോവും, കിട്ടുന്നത് വാങ്ങിച്ചോണ്ട്. ഇതുപോലെ ഈ ക്രൂസൈഡിന് വരുന്നവനൊക്കെ കിട്ടുന്നതും വാങ്ങിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോവും. യേശു പാവം അവന്റെ വീട്ടിലും പോവും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും ജനനാനുഭവമില്ലാതെ, കാര്യം വീണ്ടും ജനനത്തിലൂടെ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അത് യേശു തരുന്ന, യേശുവിനെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നിത്യജീവൻ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കിട്ടിയിട്ടെന്താ കാര്യം? ക്രിസ്തോസൻ തിരുമേനി പണ്ട് പറഞ്ഞ ഒരു തമാശയുണ്ട്. ഒരു വലിയ ട്രെയിൻ ആക്സിഡന്റ്. ആ ട്രെയിൻ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 12,000 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഇട്ടുക. പക്ഷേ അവിടെ ഡോക്ടേഴ്സ് എല്ലാം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ്. അവർക്കിതൊന്നും എല്ലാവരെയും ഒന്നും നോക്കാൻ സമയമില്ല. അതുകൊണ്ട് ഓരോരുത്തരും വന്ന്
രോഗികളൊക്കെ ഇങ്ങനെ വെറുതെ വഴിയിൽ ഇങ്ങനെ സ്ട്രെച്ചറിലും കട്ടിലും ഒക്കെ അങ്ങ് കിടക്കുക, കംപ്ലീറ്റ് കിടക്കുക. അപ്പൊ ഒരാളെ നോക്കി അടുത്ത ആളുടെ അടുത്തേക്ക് അങ്ങ് ഓടുക. അങ്ങ് ഇയാളെ ഒന്നും മുഴുവനായിട്ടൊന്നും നോക്കാനൊന്നും നേരമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ഓർത്തോപീഡിക് സർജൻ വന്നു, ഒരാളെ കണ്ടു, അയാളുടെ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു. പെട്ടെന്ന്, കഥയാണ് കേട്ടോ, കഥ അല്ലാതെ, പെട്ടെന്ന് തന്നെ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു, അയാളങ്ങ് ഓടി, ബാക്കിയൊന്നും നോക്കാൻ നേരമില്ല. അത് കഴിഞ്ഞപ്പോൾ യൂറോളജിസ്റ്റ് വന്നപ്പോൾ ഇവന്റെ മൂത്രം പോകുന്നില്ല, ഒളി പിന്നെ കത്തീഡ്രൊക്കെ ഇട്ട് യൂറിൻ പാസ് ചെയ്തു. അത് കഴിഞ്ഞപ്പം എന്നിട്ട് അയാളങ്ങ് പോവുക, പിന്നൊന്നും നോക്കുന്നില്ല. അടുത്ത ആൾ വന്നപ്പോഴത്തേക്ക് സർജൻ നോക്കിയപ്പം വയറിലൊരു വലിയ മുറിവുണ്ട്, അയാൾ മുറിവെല്ലാം കുത്തിക്കെട്ടി, എന്നിട്ട് അയാളങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വന്ന് അയാൾ നോക്കിയപ്പം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അയാൾ അവിടെ നിന്ന് ഇവിടെ നോക്കി ഇടിച്ചുമൊക്കെ ഒടുവിൽ ഹാർട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അയാളങ്ങ് പോയി, കാര്യം നോക്കാൻ നേരമില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂറോ സർജൻ വന്നത്. അയാൾ എന്തോ ആവശ്യമെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന് തലയില്ലെന്ന്. അപ്പൊ തലയില്ലാത്തതിനെയാണ് ഇത്രയും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നതുപോലെ ആ ക്രൂസൈഡുകാരൻ കൈക്ക് വേണ്ടി കടം മാറ്റാൻ പോകുന്നു, അത് പോകുന്നു, എന്തോ വീട് കൊടുക്കാൻ പോകുന്നു, കാറ് കൊടുക്കാൻ പോകുന്നു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം കൊടുക്കുക. പക്ഷെ ഇവന് തലയില്ലെങ്കിൽ എന്താ ഗുണം? നിത്യജീവനെ കൊടുക്കാതെ ബാക്കിയൊക്കെ കൊടുത്തിട്ട് എന്തെടുക്കാനാ? തലയുള്ളോന്റെ കാലൊടിഞ്ഞാൽ ശരിയാക്കണം, അത് വേറെ കാര്യം. തലയില്ലാത്തവന്റെ കാലൊടിഞ്ഞിട്ട് എന്ത് കൊടുക്കാനാ? ആദ്യം തല ശരിയാക്കാൻ നോക്ക്, തലയുണ്ടോന്നെങ്കിലും നോക്ക്. എന്നിട്ട് അവിടെ എല്ലാം കുട്ടി സഭ ഉണ്ടാക്കും, എന്നിട്ട് മെഗാ ചർച്ചാന്ന് പറയും. തലയില്ലാത്ത കുറെ എണ്ണം വന്ന് മുന്നേ ഇരുന്നിട്ട് എന്ത് കൊടുക്കാനാ? നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം അതാ. അവിടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചാൽ പിറ്റേ ദിവസം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. നിത്യജീവങ്കിലേക്ക്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും.